ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് സബീന. ഇവിടെയും സന്തോഷമായിട്ട് ഇരിക്കാനും അതുപോലെ തന്നെ കോൺഫിഡൻസോടുകൂടി കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റിയെടുത്തിട്ടുള്ള എൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അതുപോലെ തന്നെ ഭയമെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ഭയം ലോകത്ത് വേറെ ആർക്കും ഉണ്ടാവില്ല. അത്രയ്ക്ക് ഭയത്തോടു കൂടിയും ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നെ ഞാൻ എങ്ങനെ മാറ്റിയെടുത്തു, അതുപോലെ തന്നെ ഇത്രയും ബോൾഡായിട്ടെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാനും പറയുവാനൊക്കെ ഞാൻ എങ്ങനെ എന്നെ മാറ്റിയെടുത്തിട്ടുള്ളത് എന്നൊക്കെ ഉള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. ആർക്കെങ്കിലും ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാകട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോ ചെയ്യാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്, നന്ദി പറയുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ നന്ദി പറയുക. നന്ദി എഴുതി വയ്ക്കുകയോ ജേണൽ എഴുതുകയോ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുകയോ എന്തോ ആവാം. നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പും നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ നല്ല മാറ്റങ്ങൾ കണ്ടറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സന്തോഷങ്ങൾ വർദ്ധിക്കുന്നു വരുന്നതായിട്ടും കാണാൻ കഴിയും. എപ്പോഴും നമ്മുടെ ചിന്തകൾ പ്രശ്നങ്ങളിലും ദുഃഖങ്ങളിലും ഇല്ലായ്മകളിലേക്കൊക്കെ നോക്കുന്നത് കൊണ്ടാണ് അത് നമ്മൾ കൂടുതലായിട്ട് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്. അതേ സമയം നമ്മൾ കൂടുതൽ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് തോന്നും. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതിലൂടെ നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മളെ തേടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് നന്ദി പറച്ചിൽ. സത്യം പറയാമെങ്കിൽ നന്ദി പറയുന്നതിലൂടെയാണ് ഞാൻ കൂടുതൽ ഹാപ്പി ആവാൻ തുടങ്ങിയത്. ചെറുതും വലുതുമായിട്ടുള്ള ഏത് കാര്യത്തിനും നമുക്ക് നന്ദി പറയാം. നമുക്ക് കഴിക്കാൻ 3 നേരം ആഹാരം ഉള്ളതിന് നന്ദി പറയാം. നമുക്ക് കുടിക്കാൻ വെള്ളം കിട്ടുന്നതിന് നന്ദി പറയാം. നമ്മൾ ആരോഗ്യത്തിൽ ഇരിക്കുന്നതിന് നന്ദി പറയാം. നമ്മുടെ കൈകാലുകൾക്ക് ഉള്ളതിന് നന്ദി പറയാം. ദൈവത്തോട് ഏത് മതവിശ്വാസത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ ആ മതവിശ്വാസത്തിൽപ്പെട്ട ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ഇനിയിപ്പം മതത്തിലൊന്നും വിശ്വാസം ഇല്ലെങ്കിലും നമ്മൾ പ്രപഞ്ചത്തിലൊരു ശക്തി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ, എങ്കിൽ ആ ശക്തിക്ക് നമുക്ക് നന്ദി പറയാം. പ്രപഞ്ച ശക്തിക്ക് നമുക്ക് നന്ദി. അതുപോലെയുള്ള മെയിൻ ഒരു കാര്യമാണ് പുഞ്ചിരിക്കുക. നമ്മൾ ഒന്ന് സ്മൈൽ ചെയ്യുക. നമുക്ക് എത്ര വലിയ പ്രശ്നത്തിലായിരുന്നാലും നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് ഒന്ന് പുഞ്ചിരിച്ചാൽ നമ്മുടെ മനസ്സിൽ ഒരു ചെറിയ ആശ്വാസം കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത്രയ്ക്ക് നല്ലൊരു എഫക്റ്റീവായ ഒരു കാര്യം തന്നെയാണ് നമ്മൾ പുഞ്ചിരിക്കുന്നത്. ചെറിയ തുടക്കത്തോടു കൂടി നമുക്ക് ആരംഭിക്കാം. 2-3 മിനിറ്റ് എടുത്ത് നമ്മൾ നമ്മുടെ ജീവിതം ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളിലൂടെ നമുക്ക് ജീവിതം സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ മൈൻഡ് ഒന്ന് റീപ്രോഗ്രാം ചെയ്തെടുക്കാം. അപ്പം എന്നെ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് കൂടെ കൂടിക്കോളൂ. പുതിയ ടിപ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.